തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യമില്ലെന്ന് SDPI. ഒരു മുന്നണിയുമായും സഖ്യത്തിനോ ധാരണയ്ക്കോ SDPI തയ്യാറല്ല. 4000 വാർഡുകളിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് പറഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി വളരെ ഗൗരവമായ ഒരു മത്സരം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2020 നടന്ന ഇലക്ഷനിൽ പാർട്ടിക്ക് സംസ്ഥാനത്ത് 103 സീറ്റുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ഇലക്ഷനിൽ നിന്നും ഇരട്ടിയിലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് പാർട്ടി മുന്നോട്ട് വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട അജണ്ടയും ഇലക്ഷനിൽ ഏറ്റവും ശക്തമായ മത്സരം, ഇപ്പോൾ പാർട്ടിക്ക് പ്രാതിനിധ്യമുള്ള പഞ്ചായത്തുകളിൽ സീറ്റുകൾ ഇരട്ടിപ്പിക്കുന്നതിനും ഇപ്പോൾ പ്രാതിനിധ്യമില്ലാത്ത ലോക്കൽ ബോഡികളിൽ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ ഒക്കെ പാർട്ടിക്ക് പ്രാതിനിധ്യമുണ്ടാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനുമാണ് ഇന്നത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. 4000-ഓളം സീറ്റുകളിൽ പാർട്ടി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ കേരളത്തിലെ 30-ലധികം ബ്ലോക്ക് പഞ്ചായത്തുകളിലും ശക്തമായ മത്സരമാണ് പാർട്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് പറഞ്ഞതുപോലെ 4000 സീറ്റുകളിലാണ് നമ്മൾ മത്സരരംഗത്ത് സജീവമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി വലിയ സീറ്റ് വർധന ഉണ്ടാക്കാൻ സാധ്യമാകും. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഒരു മുന്നണിയുമായും സഖ്യത്തിലില്ലാതെ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്.